ഹായ് ഹലോ. ഇന്നത്തെ പാചകം ഇപ്പച്ചീൻ്റെ വകയാ. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണോ ഉപ്പച്ചിയാണ് പാചകം. അപ്പോൾ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ ഒന്നും കൂടെ നെയ്ച്ചോറൊക്കെ ആയത് ഒന്നും കൂടെ മിക്സപ്പ് എടുക്കുക. അപ്പോൾ പിന്നെ അസിസ്റ്റൻറ്റ് വേണം ഉപ്പച്ചിക്ക് എന്തായാലും. അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് ഞാൻ നിന്നു. ഇനി അടുത്തത് ഉപ്പച്ചി ചിക്കൻ പൊരിക്കാൻ പോകുന്നു. നല്ല മഴയും തണുപ്പൊക്കെ അല്ല, അപ്പം മക്കളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഒരു നല്ല അടിപൊളി ബിരിയാണി ആക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയിൽ ഉപ്പച്ചി പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനും അസിസ്റ്റ് ചെയ്യുന്നതും കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഉപ്പച്ചി പഴംപൊരി ഉണ്ടാക്കി. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആദ്യം അരച്ചിട്ട് അരയാത്തത് കൊണ്ട് തന്നെ പിന്നെ ഇപ്പച്ചി അരയ്ക്കാൻ പറഞ്ഞ് രണ്ടാമതും അരയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഇപ്പച്ചി ഇതാ മസാലയ്ക്ക് ഉള്ളി മുറിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സൈഡ് ഡിഷായിട്ട് ഇതാ പഴംപൊരി. സൈഡ് ഡിഷല്ല കേട്ടോ, മക്കൾക്ക് 4 മണിക്ക് ഉപ്പച്ചി പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പം ഇന്ന് ഉമ്മച്ചിക്കും എനിക്ക് സമാധാനമായി. ഇന്ന് ഉമ്മച്ചിക്ക് ഒരു വീക്ക് ഓഫ് കിട്ടി. ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു വീക്ക് ഓഫ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഉമ്മച്ചിക്ക് അത് ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെ തുടയ്ക്കാൻ പോവുകയാണ്. പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കേണ്ട ഇഷ്ടം പോലെ വെള്ളം, മഴവെള്ളം. അങ്ങനെ അടുക്കള പണിയൊക്കെ ആയിട്ട് ഇന്ന് ഉപ്പച്ചി അങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാനും ഉമ്മച്ചിയും പുറമെ പണി അകടിക്കലും തുടയ്ക്കലും കഴിഞ്ഞ് മഴയൊക്കെ കണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ബിരിയാണിയൊക്കെ റെഡിയായി. ബിരിയാണിയൊക്കെ റെഡിയായിട്ട് ഉപ്പച്ചി ഇതാ കല്യാണത്തിനൊക്കെ ക്വാർട്ടർ പാത്രത്തിൽ വിളമ്പണോടെ ആ സ്റ്റൈലിൽ ഇപ്പച്ചി ബിരിയാണിയൊക്കെ വിളമ്പി മക്കൾക്ക് ഇതാ ഓരോരുത്തർക്കായിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാവരും നല്ല ടേസ്റ്റിൽ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോവാണ്. എന്തൊരു ടേസ്റ്റ് അറിയോ. എൻ്റെ അപ്പച്ചി ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളി ബിരിയാണി കേട്ടോ.